നമസ്കാരം. CNN PHS കെമിസ്ട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും അതിലെ GMM എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. GMM എന്ന് പറയുമ്പോൾ ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോൾ അതിനെ മുൻപായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോൾ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ GAM ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്നും പഠിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് GMM, ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. The amount of substance in grams equal to its molecular mass is called GMM. That means അതായത് ഒരു സംയുക്തത്തിന്റെ മോളിക്കുലർ മാസിന് തുല്യമായ അത്രയും ഗ്രാം അളവിനെ ആ പദാർത്ഥത്തിന്റെ ഒരു ഗ്രാം മോളിക്കുലർ മാസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഇനി വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മോളിക്യൂളിന്റെ ഒരു സംയുക്തത്തിന്റെ മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നതാണ് ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ തന്മാത്രാ ഭാരം. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ തന്മാത്രാ ഭാരം. അപ്പോൾ എങ്ങനെയാണ് മോളിക്കുലർ മാസ് അല്ലെങ്കിൽ തന്മാത്രാ ഭാരം കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്കറിയാം ഇവിടെ 3 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഹൈഡ്രജൻ തന്മാത്ര, രണ്ടാമത്തെ വാട്ടർ ജല തന്മാത്ര, മൂന്നാമത്തെ അമോണിയ. മൂന്നാമത്തെ കോമ്പൗണ്ടാണ് അമോണിയ. H2O വാട്ടർ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവയുടെ തന്മാത്രാഭാരം എങ്ങനെ കണ്ടെത്താം? അപ്പോൾ വളരെ സിമ്പിളാണ്. ഇവയുടെ തന്മാത്രാഭാരം ഇപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ H2O വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ടോട്ടൽ മാസ് ഓഫ് 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. അപ്പോൾ ആദ്യത്തേലെ ഹൈഡ്രജൻ മോളിക്യൂൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ തന്മാത്ര ആണെങ്കിൽ ദ ടോട്ടൽ മാസ് ഓഫ് 2 ഹൈഡ്രജൻ ആറ്റം. ഇനി അമോണിയ മോളിക്യൂൾ, അമോണിയ തന്മാത്രയാണെങ്കിൽ എങ്ങനെയാണ്? ടോട്ടൽ മാസ് ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 3 ഹൈഡ്രജൻ ആറ്റം. അമോണിയയുടെ തന്മാത്രാഭാരം അല്ലെങ്കിൽ മോളിക്കുലർ മാസ് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു നൈട്രജൻ ആറ്റത്തിന്റെയും 3 ഹൈഡ്രജൻ ആറ്റത്തിന്റെയും കൂടെയുള്ള ആകെ മാസാണ് മോളിക്കുലർ മാസ് അഥവാ തന്മാത്രാ ഭാരം. അപ്പോൾ മോളിക്കുലർ മാസ് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇറ്റ് ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ദി കമ്പോണന്റ് ആറ്റംസ്. ഒരു തന്മാത്രയിലെ ഘടക മൂലകങ്ങളുടെ ആകെ മാസാണ് മോളിക്കുലർ മാസ് അഥവാ തന്മാത്രാ ഭാരം. അപ്പോൾ നമുക്ക് ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കണം അല്ലേ? അപ്പോൾ ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് അറിയാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഒന്നും തന്നിട്ട് ഓക്സിജൻ 16, കാർബൺ 12, നൈട്രജൻ 14. അപ്പോൾ ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കണം? 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ്. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു അറ്റോമിക് മാസ്. അപ്പോൾ എങ്ങനെയാണ് മോളിക്കുലർ മാസ് കണ്ടെത്തുന്നത്? നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു അറ്റോമിക് മാസ്. അപ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ 2 ഇൻറ്റു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. അപ്പോൾ 2 ഇൻറ്റു 1 ഈക്വൽ ടു 2 നേടി. 2 ഇൻറ്റു 1 ഈക്വൽ ടു 2. ഇനി അതുപോലെ വാട്ടർ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പോൾ 2 ഇൻറ്റു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജൻ. അപ്പോൾ 1 ഇൻറ്റു ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. നമുക്ക് ടോട്ടൽ എത്ര എഴുതാം? 2 പ്ലസ് 16 18. പിന്നെ അടുത്തത് അമോണിയ. എത്ര നൈട്രജൻ ഉണ്ട്? 1 നൈട്രജൻ. നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു അറ്റോമിക് മാസ്. അതായത് ആറ്റങ്ങളുടെ എണ്ണം ഗുണിക്കണം അറ്റോമിക് മാസ്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 14 പ്ലസ് ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. അപ്പോൾ 3 ഇൻറ്റു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. എത്ര വരും? 14 പ്ലസ് 3 17. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു സംയുക്തം തന്നു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് ഉപയോഗിച്ചിട്ട് അവയുടെ മോളിക്കുലർ മാസ് കണ്ടെത്തുന്ന രീതി. അപ്പോൾ നമ്മൾ ഈ 3 എലമെന്റിന്റെയും മോളിക്കുലർ മാസ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? 3 എണ്ണത്തിന്റെയും മോളിക്കുലർ മാസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്താണ് GMM നോക്കാം അല്ലേ? GMM നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ദ മോളിക്കുലർ മാസ് ഓഫ് എ കോമ്പൗണ്ട് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് GMM. molecular mass of a compound expressed in gram is called GMM. അതായത് ഒരു കോമ്പൗണ്ടിന്റെ വാട്ടർ ജലത്തിന്റെ ഒരു ജലതന്മാത്രയുടെ ഭാരം മോളിക്കുലർ മാസ് എത്ര കിട്ടി? നമുക്ക് 18 കിട്ടി. അത്രയും ഗ്രാമിനെയാണ്, ആ 18 ഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GMM എന്ന് പറയുന്നത്.
gram molecular mass. അപ്പോൾ GMM എന്ന് പറയുമ്പോൾ എത്ര എഴുതണം? 18 gram. അപ്പോൾ അമോണിയയുടെ ആണെങ്കിലോ അമോണിയയുടെ മോളിക്കുലർ മാസ് എത്രയാണ്? 17. അപ്പോൾ മോളിക്കുലർ മാസ് എത്രയാണോ അത്രയും ഗ്രാം പദാർത്ഥത്തിനെയാണ് പറയുന്നത് എന്താണ്? GMM എന്ന് പറയുന്നത്. അപ്പോൾ 17 ആണ് അമോണിയയുടെ മോളിക്കുലർ മാസ്. അപ്പോൾ അമോണിയയുടെ ഒരു GMM എന്ന് പറയുമ്പോൾ 17 ഗ്രാം. അതുപോലെ ഹൈഡ്രജൻ തന്മാത്രയുടെ എത്രയാണ്? 2 ആണ് മോളിക്കുലർ മാസ്. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എത്ര എഴുതാം? 2 ഗ്രാം എന്ന് എഴുതാം. 2 ഗ്രാം. അപ്പോൾ ഇതൊക്കെ എത്ര GMM ആണ്? 1 GMM. 1 GMM. 1 ഗ്രാം മോളിക്കുലർ മാസ് ആണ്. അപ്പോൾ 1 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു തന്മാത്രയുടെ അല്ലെങ്കിൽ ഒരു സംയുക്തത്തിന്റെ മാസിനെ മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നതാണ് 1 ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോൾ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ആ മോളിക്കുലർ മാസ് എത്ര ഗ്രാം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഗ്രാം മോളിക്കുലർ മാസ് ആയി. ഓക്കെ. അടുത്ത ഉദാഹരണം എക്സാമ്പിൾ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് C6H12O6, അതായത് കാർബൺ 6 ഹൈഡ്രജൻ 12 ഓക്സിജൻ 6. അപ്പോൾ ഇതാണ് ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല. ഇനി ഇതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6. അപ്പോൾ 6 ഇൻറ്റു കാർബണിന്റെ അറ്റോമിക് മാസ് 12 പ്ലസ് എത്ര ഹൈഡ്രജൻ? 12 ഹൈഡ്രജൻ. അപ്പോൾ 12 ഇൻറ്റു 1 പ്ലസ് how many oxygen? 6. അപ്പോൾ 6 into atomic mass of oxygen 16. അപ്പോൾ total 180. അപ്പോൾ ഗ്ലൂക്കോസിന്റെ 1 GMM എത്രയായിരിക്കും? ഗ്ലൂക്കോസിന്റെ 1 GMM equal to 180 gram. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മോളിക്കുലർ മാസ് കണ്ടെത്താൻ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ GMM എന്താണെന്നും വ്യക്തമായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പട്ടിക എങ്ങനെ പൂർത്തിയാക്കാമെന്ന് നോക്കാം. പട്ടിക പൂർത്തിയാക്കാനായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ കോമ്പൗണ്ട് സംയുക്തം തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ, വാട്ടർ ജലം, അമോണിയ, ഓക്സിജൻ, അതുപോലെ ഗ്ലൂക്കോസ്. ഇനി ഇവയുടെ GMM എഴുതണം. 1 GMM കണ്ടുപിടിക്കണം. പിന്നെ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം കണ്ടെത്തണം. അതുപോലെ നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം കണ്ടെത്തണം. അപ്പോൾ ഹൈഡ്രജന്റെ GMM നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു. അപ്പോൾ GMM എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് എ കോമ്പൗണ്ട് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് GMM. ഒരു സംയുക്തത്തിന്റെ മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പറയുന്നതാണ് GMM, അതായത് ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോൾ ഹൈഡ്രജന്റെ ഗ്രാം മോളിക്കുലർ മാസ് 2 ഗ്രാം ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഹൈഡ്രജന്റെ 2 ഗ്രാം. അതുപോലെ ജലത്തിന്റെ നമുക്ക് എത്ര കിട്ടി? മോളിക്കുലർ മാസ് 18. അപ്പോൾ അതിനെ ഗ്രാമിൽ പറയുമ്പോൾ എന്തായി? ഗ്രാം മോളിക്കുലർ മാസ്. അതായത് 2 ഗ്രാം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ 1 ഗ്രാം മോളിക്കുലർ മാസ് ആണ്. 18 ഗ്രാം എന്ന് പറയുന്നത് ജലത്തിന്റെ 1 ഗ്രാം മോളിക്കുലർ മാസ് ആണ്. അമോണിയ അതുപോലെ 17 ഗ്രാം. ഓക്സിജൻ എത്രയാണ്? അറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ 2 × 16 എന്ന് പറയുമ്പോൾ 32 ഗ്രാം. അതുപോലെ ഗ്ലൂക്കോസിന് നമ്മൾ കണ്ടെത്തി 180 ഗ്രാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ തന്നിരിക്കുന്ന ഓരോ കോമ്പൗണ്ടും ഓരോ സംയുക്തവും അല്ലെങ്കിൽ ഓരോ തന്മാത്രയുടെയും 1 GMM ആണ് എഴുതിയിരിക്കുന്നത്. അതായത് 1 ഗ്രാം മോളിക്കുലർ മാസ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ 1 ഗ്രാം മോളിക്കുലർ മാസിൽ ഉള്ള കണികകളുടെ എണ്ണം, ഇവിടെ മോളിക്കുലർ മാസ് ആയതുകൊണ്ട് കണികൾ ഏതായിരിക്കും? മോളിക്യൂൾസ്, അതായത് തന്മാത്രകളായിരിക്കും. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ 1 ഗ്രാം മോളിക്കുലർ മാസിലുള്ള കണികകളുടെ എണ്ണം എപ്പോഴും അവഗാഡ്രോ നമ്പർ ആയിരിക്കും. അവഗാഡ്രോ നമ്പർ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 6.022 × 10⁻21. അവഗാഡ്രോ നമ്പറിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നു? Na എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അവഗാഡ്രോ നമ്പർ സൂചിപ്പിക്കുന്നത് Na, ക്യാപിറ്റൽ ലെറ്റർ Na. അപ്പോൾ ഹൈഡ്രജന്റെ 1 ഗ്രാം മോളിക്കുലർ മാസിൽ അവഗാഡ്രോ നമ്പറാണ് തന്മാത്രകളിൽ നിന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജലത്തിൻ്റെയും 1 ഗ്രാം മോളിക്കുലർ മാസ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള തന്മാത്രകളുടെ എണ്ണം എത്രയായിരിക്കും? അവഗാഡ്രോ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമോണിയയുടെ 17 ഗ്രാം എടുത്താലും അതിലുള്ള തന്മാത്രകളുടെ എണ്ണം 6.022 × 10⁻23. ഓക്സിജന്റെ 32 ഗ്രാം എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 ഗ്രാം മോളിക്കുലർ മാസ്.
അപ്പോൾ 1 ഗ്രാം മോളിക്കുലർ മാസിലുള്ള കണികകളുടെ എണ്ണം 6.022 × 10⁻23. അപ്പോൾ അതുപോലെ ഗ്ലൂക്കോസിന്റെ 1 ഗ്രാം മോളിക്കുലർ മാസ് പറയുമ്പോൾ എത്രയാണ്? 180 ഗ്രാം. അപ്പോൾ 180 ഗ്രാമിലുള്ള കണികകളുടെ എണ്ണവും 6.022 × 10⁻23. ഇനി ഈ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ അളവിനെ നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ട്, മോൾ. ഒരു പദാർത്ഥത്തിലെ അവഗാഡ്രോ നമ്പറിന് എണ്ണത്തിന് തുല്യ എണ്ണം കണികൾ ഉണ്ടെങ്കിൽ ആ പദാർത്ഥത്തിന്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? 1 മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജന്റെ 2 ഗ്രാം എടുക്കുമ്പോൾ അതിലുള്ള കണികകളുടെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? അവഗാഡ്രോ നമ്പർ. അപ്പോൾ അത് എത്ര മോളായിരിക്കും? 1 മോൾ. അതുപോലെ ജലത്തിന്റെ 18 ഗ്രാം എന്ന് പറയുമ്പോൾ 1 GMM ആണ്. അതിലുള്ള കണികകളുടെ എണ്ണം അവഗാഡ്രോ നമ്പറാണ്. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ that is 1 മോൾ. അമോണിയയുടെ 17 ഗ്രാം എന്ന് പറയുമ്പോൾ 1 GMM ആണ്. 1 GMM-ലുള്ള കണികകളുടെ എണ്ണം എത്രയാണ്? അവഗാഡ്രോ നമ്പറാണ്. അവഗാഡ്രോ നമ്പർ ആയതുകൊണ്ട് അത് എത്ര മോളായിരിക്കും? 1 മോൾ. അതുപോലെ ഓക്സിജന്റെ 32 ഗ്രാം എന്ന് പറയുമ്പോഴും 1 GMM ആണ്. അതിലുള്ള കണികകളുടെ എണ്ണം അവഗാഡ്രോ നമ്പറാണ്. അപ്പോൾ എത്ര മോളായിരിക്കും? 1 മോൾ. ഈ ഗ്ലൂക്കോസിന്റെ 180 ഗ്രാം എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 GMM ആണ്. 1 GMM-ലുള്ള കണികകളുടെ എണ്ണം അവഗാഡ്രോ നമ്പറാണ്. അപ്പോൾ അത് എത്രയായിരിക്കും? 1 മോൾ. അപ്പോൾ ഈ ടേബിളിന്റെ ഒരു ചുരുക്കം എന്താ നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? Each 1 GMM of a compound contain Avogadro number of particles. It is 1 mole. ഏതൊരു സംയുക്തത്തിന്റെയും 1 ഗ്രാം മോളിക്കുലർ മാസ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിലുള്ള കണികളുടെ എണ്ണം എപ്പോഴും അവഗാഡ്രോ നമ്പർ ആയിരിക്കും. അവഗാഡ്രോ നമ്പർ ആയിരിക്കും എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 മോൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ ചുരുക്കിയിട്ട് എങ്ങനെ പറയാം? 1 GMM equal to 1 mole equal to അവഗാഡ്രോ നമ്പർ. 1 GMM equal to 1 mole equal to Na. Na എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. ഈ ഒരു ടേബിളിന്റെ സമ്മറി ഇതാണ്. 1 GMM equal to 1 mole equal to Na. അപ്പോൾ 1 ഗ്രാം മോളിക്കുലർ മാസ് പറയുമ്പോൾ എത്രയാണ്? 1 മോളാണ്. 1 മോൾ എന്ന് പറയുമ്പോൾ എത്ര കണികളാണ്? അവഗാഡ്രോ നമ്പർ. അതായത് 6.022 × 10⁻23 കണികൾ. Next we have to discuss how to find the total number of molecules from the given mass. തന്നിരിക്കുന്ന മാസിൽ നിന്ന് തന്മാത്രകളുടെ എണ്ണത്തെ എങ്ങനെ കണ്ടെത്താം? അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നിരിക്കുന്ന മാസിൽ നിന്ന് ആറ്റങ്ങളുടെ എണ്ണത്തെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. given mass by GA എന്നുള്ള സമവാക്യം ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസസ്. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസസ് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ്, ഇക്വേഷനാണ് given mass in grams by GMM. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് എഴുതി അതിനെ GMM ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിന് 2-3 പേരിൽ പറയും. ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ given mass by GMM. അതുപോലെ മോൾ മോളിക്യൂൾസ് ചോദിക്കുകയാണെങ്കിലും ഇക്വേഷൻ എന്താണ്? given mass by GMM. ഇനി നമ്പർ ഓഫ് മോൾസ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരുന്നു? given mass by GMM. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണമെങ്കിൽ GMM കണ്ടുപിടിക്കാൻ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഇനി മോൾ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? മോൾ തന്മാത്രകൾ. അതായത് ഗ്രാം മോളിക്കുലർ മാസുകളുടെ എണ്ണം ചോദിക്കുമ്പോഴും മോൾ തന്മാത്രകളുടെ എണ്ണം ചോദിക്കുമ്പോഴും മോളുകളുടെ എണ്ണം ചോദിക്കുമ്പോഴും സമവാക്യം എങ്ങനെ എഴുതണം? given mass in grams എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഹരിക്കണം GMM ഗ്രാം മോളിക്കുലർ മാസ്. തന്നിരിക്കുന്ന മാസ് ഹരിക്കണം ഗ്രാം മോളിക്കുലർ മാസ്. ഇനി അടുത്ത ഇക്വേഷൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം. തന്മാത്രകളുടെ എണ്ണം കണ്ടെത്താനുള്ള സമവാക്യമാണ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസസ്, നമ്പർ ഓഫ് GMM ഇൻറ്റു അവഗാഡ്രോ നമ്പർ. കാരണം നമ്പർ ഓഫ് GMM എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ തന്നെയാണ്. അപ്പോൾ മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ തന്നിരിക്കുന്ന മാസിൽ നിന്ന് തന്മാത്രകളുടെ എണ്ണത്തെ കണ്ടെത്തണം. തന്മാത്രകളുടെ എണ്ണത്തെ കണ്ടെത്താൻ ആദ്യം എന്ത് ചെയ്യണം? എത്ര ഗ്രാം മോളിക്കുലർ മാസുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എത്ര മോളുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. how many gram molecular masses are there in
64 gram oxygen. 64 gram oxygen എത്ര gram molecular മാസുകളുണ്ട്? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Number of gram molecular masses or mole. Number of gram molecular masses or mole equal to എന്താ equation? Given mass by gm. Equation എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. Equation ഇവിടെ മുകളിലുള്ളതുകൊണ്ട് എഴുതുന്നില്ല. Given mass by gm. അപ്പോൾ given mass എത്രയാണ്? 64 gram divided by gm. ഓക്സിജന്റെ molecular mass. ഓക്സിജൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ എടുക്കേണ്ട? ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2 ആണ്. ഓക്സിജൻ ആറ്റല്ല, ഓക്സിജൻ മോളിക്യൂൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? O2. രണ്ട് ഓക്സിജൻ ആറ്റം കൂടിയിട്ടാണ്. അപ്പോൾ അതിന്റെ gm എങ്ങനെ എഴുതാം? 2 × 16. 2 × 16 എന്ന് പറയുമ്പോൾ എത്ര വരും? 32. അതായത് 2 × 64/32. അപ്പോൾ ഈക്വൽ ടു എത്ര gm എന്ന് എഴുതാം? 2 gm. 2 gram മോളിക്യുലർ മാസുകളാണ് ഏതിലുള്ളത്? 64 gram ഓക്സിജൻ ഉള്ളത്. അല്ലെങ്കിൽ 2 മോളുകളാണ് 64 gram ഓക്സിജൻ ഉള്ളത്. ഇനി നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? 64 gram ഓക്സിജനിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം. മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം കാണാൻ എന്താ സമവാക്യം? മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. മോൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? എത്ര gm ആണല്ലോ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 2 × അവഗാഡ്രോ നമ്പർ. 2 × 6.022 × 10⁻23 തന്മാത്രകളാണ് ഇതിലുള്ളത്. 64 gram ഓക്സിജനിലുള്ളത്. Next question. How many gm are there in 360 gram glucose? How many molecules are present in it? 360 gram ഗ്ലൂക്കോസിൽ എത്ര ഗ്രാം മോളിക്കുലർ മാസുകളുണ്ട്? ഗ്രാം മോളിക്കുലർ മാസുകൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസസ്. അതായത് ഗ്രാം മോളിക്കുലർ മാസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഗിവൺ മാസ് ബൈ gm. അപ്പോൾ ഗിവൺ മാസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 360 ഗ്രാം ഹരിക്കണം ഗ്ലൂക്കോസിന്റെ gm ഗ്രാം മോളിക്കുലർ മാസ്. നമ്മൾ മുൻപ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. gm എത്രയാണ്? 180 ഗ്രാം. അപ്പോൾ 360/180 ഈക്വൽ ടു 2 gm. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് തന്മാത്രകളുടെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? 360 ഗ്രാം ഗ്ലൂക്കോസിലുള്ള തന്മാത്രകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടെത്തുക? അപ്പോൾ തന്മാത്രകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ നമുക്ക് എത്ര മോളാണ് കിട്ടിയിട്ടുണ്ട്? 2 മോൾ. 2 gm or 2 മോൾ എന്നാണ് ആൻസർ. 2 gm or 2 മോൾ. അപ്പോൾ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. 2 × 6.022 × 10⁻23. അടുത്ത ചോദ്യം. How many gram molecular masses are there in 90 gram water? 90 gram ജലത്തിലുള്ള ഗ്രാം മോളിക്കുലർ മാസുകളുടെ എണ്ണം എത്ര? How many molecules are present in it? 90 gram ജലത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം എത്ര? പഴയതുപോലെ ഇക്വേഷൻ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസസ് ഓർ മോൾ ഈക്വൽ ടു ഗിവൺ മാസ് ബൈ gm. തന്നിരിക്കുന്ന മാസ് ബൈ gm. അപ്പോൾ തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 90 ഗ്രാം. 90 ഗ്രാം ബൈ ജലത്തിന്റെ gm എത്ര തന്നിട്ടുണ്ട്? 18. അപ്പോൾ 19/18 ഈക്വൽ ടു 5 gm or 5 മോൾ. ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് തന്മാത്രകളുടെ എണ്ണം ഈക്വൽ ടു മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അതായത് 5 × അവഗാഡ്രോ നമ്പർ. ഗ്രാം മോളിക്കുലർ മാസുകളുടെ എണ്ണവും അതുപോലെ തന്മാത്രകളുടെ എണ്ണവും കണ്ടെത്താനുള്ള പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിലെ തന്മാത്രകളുടെ എണ്ണവും ആകെ ആറ്റങ്ങളുടെ എണ്ണവും കണ്ടെത്തുക. 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിലുള്ള തന്മാത്രകളുടെ എണ്ണവും ആറ്റങ്ങളുടെ എണ്ണവും കണ്ടെത്തുക. അതായത് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 88 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ നമുക്ക് സമവാക്യം അറിയാം. മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. തന്മാത്രകളുടെ എണ്ണം കാണാൻ മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ മോൾ എങ്ങനെ കണ്ടുപിടിക്കാം?
given mass by gmm. അപ്പോൾ തന്നിരിക്കുന്ന mass by gmm എന്ന് പറഞ്ഞാൽ മോളുകളുടെ എണ്ണം കിട്ടി. അപ്പോൾ തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 88 ഗ്രാം. 88 ബൈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ gmm 44. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. 2 മോൾ എന്ന് കിട്ടി. 2 മോൾ. ഇനി തന്മാത്രകളുടെ എണ്ണം കാണാൻ എന്തായിരുന്നത്? മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിലുള്ള തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അതായത് 2 ഗ്രാം മോളിക്കുലർ മാസുകളാണ് 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ 2 മോൾ. 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇനി ഇത്രയും ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടെത്താൻ നോക്കും അല്ലേ? അപ്പോൾ നമുക്കറിയാം, സമവാക്യം പഠിച്ചിട്ടുണ്ട്. ആറ്റങ്ങളുടെ എണ്ണം കാണാൻ എന്തുണ്ട്? എന്താ എഴുതുന്നത്? മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്ര മോളാണ് കിട്ടിയിട്ടുണ്ട്? 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻²23. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം തന്മാത്രകളുടെ എണ്ണം ഇപ്പോൾ സെയിം ആയ പോലെ എഴുതിയിരിക്കുന്നത് അല്ലേ? പക്ഷെ ഒരിക്കലും അത് സെയിം അല്ല. മോളിക്യൂൾസിന് തന്മാത്രകളുടെ എണ്ണം നമുക്ക് 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി അതിലുള്ള 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആകെയുള്ള തന്മാത്രകളാണ് 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാകും നോക്കണം. CO2 എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാകും? ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും. അപ്പോൾ ഒരു തന്മാത്രയിൽ, അതായത് ഒരു തന്മാത്രയിൽ 3 ആറ്റങ്ങൾ, അതായത് ഒരു മോളിക്യൂളിൽ 3 ആറ്റങ്ങൾ. അപ്പോൾ ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളെ കൊണ്ടിവിടെ ഗുണിക്കണം. അപ്പോൾ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, തന്മാത്രകളുണ്ട്, ഇൻറ്റു ഒരു തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ എണ്ണം. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിലുള്ള ആറ്റങ്ങൾ എത്രയാണ്? ആകെ 3 ആറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിനെ അറ്റോമിസിറ്റി എന്നാ പറയും. അതായത് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം കാണാൻ ചോദിക്കുമ്പോൾ തന്മാത്രകളുടെ എണ്ണത്തിനെ ഇൻറ്റു എന്ത് ചെയ്യണം? അറ്റോമിസിറ്റി കൊണ്ട് ഗുണിക്കണം. അറ്റോമിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ എണ്ണം. വ്യക്തമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആകെ ഇത്രയും തന്മാത്രകളുണ്ട്, ഇൻറ്റു ഒരു തന്മാത്രയിലെ എണ്ണം കൊണ്ട് ഗുണിച്ചാലാണ്, ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാലാണ് ആകെ ആറ്റങ്ങൾ ലഭിക്കുക. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6. 6 ഇൻറ്റു 0.22 ഇൻറ്റു 10⁻²23. ഇനി ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഫോളോ അപ്പ് ആക്ടിവിറ്റിയിൽ പേജ് നമ്പർ 46, പേജ് നമ്പർ 46 തുടർ പ്രവർത്തനങ്ങൾ ലെറ്റേഴ്സ് അസസ് എന്നുള്ളതിൽ ക്വസ്റ്റ്യൻ നമ്പർ 6, 7, 8, ക്വസ്റ്റ്യൻ നമ്പർ 6, 7, 8 ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസ് ഡയറിയിൽ ചെയ്യുക. സയൻസ് ഡയറിയിൽ പ്രോബ്ലം ചെയ്യുക. പിന്നെ കൂടാതെ ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുള്ള ടേബിൾ നോട്ട്ബുക്കിൽ പൂരിപ്പിക്കണം. ബോർഡിൽ ചെയ്ത പ്രോബ്ലംസ് നോട്ട്ബുക്കിൽ ചെയ്യണം. അതിന് പുറമെ 6, 7, 8 എന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ സയൻസ് ഡയറിയിൽ ചെയ്യണം. അപ്പോൾ ഈ ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ ഗ്രാമോളിക്കുലർ മാസ് എന്താണ്, ഗ്രാമോളിക്കുലർ മാസുകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം, മാസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്മാത്രകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം, അതുപോലെ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം. അപ്പോൾ ക്ലാസ് വ്യക്തമായി വിചാരിക്കുന്നു. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.